ശരണം അമ്മേ വീണാനാദം പൊഴിച്ചും വിബുധഹൃതി മുദാവാണിയെ ചേർത്തുവെച്ചും കാണാകം ലോകമാകെ കനിവൊടു കമലക്കണ്ണിനാൽ കാത്തുപോന്നും ഏണാങ്കൻ തോലിക്കുമാറങ്ങതിരുചി കലരും ചേണിലം ഭോജമധ്യേ വാണിടും വാഗ്മയീ നിൻ വിരുദിനു വിമലേ വീണു കൈ കൂപ്പിടുന്നേൻ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം ഗംഗോപാഖ്യാനമാണ് പറഞ്ഞ് സമർപ്പിച്ചത്. അടുത്തതായിട്ട് നാരായണപ്രിയ പദപ്രാപ്തി നേടിയതായിട്ടുള്ള ലക്ഷ്മി സരസ്വതി, ഗംഗാ തുളസി മുതലായവരുടെ കഥകളെയാണ് ഇനി ഇതാ മുന്നോട്ട് വർണ്ണിച്ചു കൊണ്ടുപോകുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ നാരദൻ ചോദിക്കുന്ന ചോദ്യത്തോടെ തുടങ്ങുന്നു. ലക്ഷ്മി സരസ്വതി ഗംഗാ തുളസി വിശ്വഭാവനി ഏതാ നാരായണസേവ ജതസ്രശ്ച പ്രിയായിതി ഗംഗാ ജഗാമ വൈകുണ്ഠം ഇതമേവ ശ്രുതം മയാ കഥം സാ തസ്യ പത്നി ച ബഭ്രുവേദീ ച ന ശ്രുതം. ലക്ഷ്മി, സരസ്വതി, ഗംഗ, വിശ്വഭാവിനിയായിട്ടുള്ള തുളസി എന്നീ 4 പേരാണല്ലോ നാരായണൻ്റെ പ്രിയപത്നിമാരെന്നങ്ങ് പറഞ്ഞത്. ഗംഗ വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അവൾ എങ്ങനെ വൈകുണ്ഠനാഥൻ്റെ പത്നിയായി തീർന്നു എന്നത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നാരായണ ഋഷി പറയണു, ഗംഗ വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അവൾ പോയി കഴിഞ്ഞ ഉടൻ തന്നെ ജഗൽ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവും അവളോടുകൂടി വൈകുണ്ഠത്തിലെത്തി. ജഗദീശനായ ഹരിയെ നമസ്കരിച്ചിട്ട് ബ്രഹ്മാവ് പറയുകയാണ്, ബ്രഹ്മൗവാച രാധാകൃഷ്ണാംഗ സംഭൂതായ ദേവീ ദ്രവരൂപിണീ നവയൗവന സമ്പന്ന സുശീല സുന്ദരീവരാ. രാധാകൃഷ്ണന്മാരുടെ ശരീരത്തിൽ നിന്ന് ദ്രവരൂപിണിയായി സംഭവിച്ച ഗംഗ നവയൗവനയുക്തിയും സുന്ദരിയും ശ്രേഷ്ഠയും ഒക്കെയാണ്. കൃഷ്ണാംഗ സംഭൂതിയായിട്ടുള്ള ഇവൾ കൃഷ്ണനെ ഒഴികെ മറ്റൊരുവനെയും ഭർത്താവായി വരിക്കുകയില്ല. അത്യന്തം അഭിമാനിശാലിയാണ് രാധ. അവളും തേജസ്വിനിയാണ്, ശ്രേഷ്ഠയാണ്. അവൾ ഈ ഗംഗയെ കുടിച്ചു പറ്റിക്കാൻ തുടങ്ങി. ഭയപ്പെട്ട ഈ ഗംഗ ബുദ്ധിപൂർവം പരമാത്മാവായ കൃഷ്ണൻ്റെ ചരകണ്ണാകമലങ്ങളിൽ കടന്നുകൂടി ഒളിച്ചു. അതുകൊണ്ട് ലോകമാകെ ഉണങ്ങിവരണ്ടു. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഗോലോകത്തേക്ക് ചെന്നു. സർവവൃത്താന്തങ്ങളും അറിയുന്നതിന് വേണ്ടിയാണ് പരമാത്മാവായ കൃഷ്ണൻ കാത്തിരിക്കുന്ന ഗോലോകത്തിലേക്ക് ചെന്നത്. അന്തര്യാമിയായ കൃഷ്ണൻ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞു. കാലിലെ പെരുവിരലിൻ്റെ നഖാഗ്രത്തിലൂടെ ഗംഗയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ അവസരത്തിൽ ഞാൻ ഇവർക്ക് രാധയെ പൂജിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാണ്ടഗോളമാകെ ഗംഗാജലം കൊണ്ട് നിറച്ചു. പിന്നെ രാധയെയും രാധേശനെയും നമസ്കരിച്ചിട്ട്, ഹേ പ്രഭോ, ഗംഗയെയും കൊണ്ട് ഞാനിതാ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഈ സുരേശ്വരിയെ അങ്ങ് ഗാന്ധർവ വിധി അനുസരിച്ച് വിവാഹം കഴിക്കണം. ദേവോത്തമന്മാരിൽ രസികനാണ് അവിടുന്ന്. ഇവിടെ വന്നിരിക്കുന്ന ഇവളും രസിക തന്നെയാണ്. അങ്ങ് പുരുഷന്മാരിൽ രത്നമാണ് എങ്കിൽ സ്ത്രീയിൽ ഇവൾ രത്നമാണ്. സകല പുരുഷന്മാരും പ്രകൃതി സംഭൂതരാണ്. സ്ത്രീകളാകട്ടെ പ്രകൃതികളുടെ കലകളാകുന്നു. അങ്ങ് തന്നെയാണ് ലോകരക്ഷകനായ ഭഗവാൻ. അങ്ങ് നിർഗുണം പ്രകൃതിദാനുമാണ്. പരിപൂർണതമനായ കൃഷ്ണൻ്റെ അർദ്ധാംശമാണ് ദ്വിഭുജധാരിയായിട്ടുള്ള കൃഷ്ണൻ. അർദ്ധാംശം ചതുർഭുജനായ വിഷ്ണുവാണ്. കൃഷ്ണൻ്റെ വാമഭാഗത്തിൽ നിന്ന് പണ്ടേ ജനിച്ചവളാണ് രാധിക. ആ രാധികയുടെ ദക്ഷിണാംശം താൻ തന്നെയും വാമാംശം ലക്ഷ്മിയുമായി തീർന്നു. കൃഷ്ണനാരായണന്മാർ അഭിന്നരായതുകൊണ്ടാണ് ഇവൾ അങ്ങയെ വരിക്കുന്നത്. ഇവൾ അങ്ങയുടെ ദേഹത്തിൽ നിന്ന് സംഭവിച്ചവളുമാണല്ലോ. എപ്രകാരമാണോ പരമപുരുഷൻ മൂലപ്രകൃതിയോടുകൂടി ചേർന്നിരിക്കുന്നത്, അതുപോലെ സ്ത്രീ പുരുഷന്മാരും ഒരേ ശരീരം തന്നെയാണ്.
ഇങ്ങനെ പറഞ്ഞിട്ട് ഗംഗയെ അദ്ദേഹത്തിന് സമർപ്പിച്ച ശേഷം ബ്രഹ്മാവ് അവിടെ നിന്നും പോകുകയും ചെയ്തു. ഗന്ധർവ വിധിപ്രകാരം ശ്രീഹരി ഗംഗയെ സ്വീകരിച്ചു. പുഷ്പചന്ദന വിഭൂഷിതയായ കരം ഗ്രഹിച്ചിട്ട് രമാപതിയായ നാരായണൻ ഗംഗയോടുകൂടി വൈകുണ്ഠത്തിൽ വിഹരിച്ചു. അങ്ങനെ കഴിയവെയാണ് ഗംഗ ശാപഗ്രസ്തിയായി ഭൂമിയിലേക്ക് പോകുകയും ശാപമുക്തിയായി സ്വസ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്തത്. വിഷ്ണുവിൻ്റെ പാദാബ്ജത്തിൽ നിന്ന് നിർഗമിച്ചതിനാൽ വിഷ്ണുപതി എന്നും അവൾ അറിയപ്പെടുന്നുണ്ട്. ആ ഗംഗാദേവി നവസംഗമ സുഖത്താൽ മൂർച്ഛ പ്രാപിച്ചു. അവൾ ഹരിയോട് ചേർന്ന് സുഖസംഗമത്താൽ അവിടെ കഴിഞ്ഞുകൂടി. അവളെ കണ്ട് വാണീദേവി വളരെ ദുഃഖിച്ചു. ആ സരസ്വതിക്ക് ഗംഗയോട് സദാ അസൂയയായി തീർന്നു. എന്നാൽ ഗംഗയ്ക്ക് സരസ്വതിയോട് വിദ്വേഷം തോന്നിയിരുന്നില്ല. എങ്കിലും ഗംഗ കോപത്തോടെ സരസ്വതിയെ ശപിക്കുകയും അതുനിമിത്തം അവൾക്ക് ഭാരതത്തിലേക്ക് പോകുകയും ചെയ്യേണ്ടി വന്നു. രമാപതിയായിട്ടുള്ള വിഷ്ണുവിന് ഗംഗ ഉൾപ്പെടെ 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് തുളസിയും കൂടി വന്നപ്പോൾ 4 ഭാര്യമാരായി. ഇപ്രകാരമാണ് വിഷ്ണുവിന് 4 പത്നിമാർ, ഇവർ 4 പേരും പത്നിമാരായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ